ഫ്രണ്ട്സ്, IBPS പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ IBPS കുറിച്ചിട്ട് അറിയുന്നവരുണ്ടാവും. അതെന്തായാലും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പം നമ്മുടെ രാജ്യത്തുള്ള വിവിധ നാഷണലൈസ്ഡ് ബാങ്കുകളായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. ബാങ്ക് ഓഫ് ബറോഡ, കനറ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, യൂക്കോ ബാങ്ക്, ബാങ്ക് ഓഫ് ഇന്ത്യ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, ഇന്ത്യൻ ബാങ്ക്, അതുപോലെ പഞ്ചാബ് ആൻഡ് സിന്ധു ബാങ്ക്. അപ്പോൾ ഈ പറയുന്ന വിവിധ പബ്ലിക് സെക്ടർ ബാങ്കുകളിലേക്കായിട്ടുള്ള വേക്കൻസികളാണ്. നമ്മുടെ കേരളത്തിൽ വേക്കൻസി ഉണ്ട് നിശ്ചിതമായിട്ടുള്ള. ആകെ മൊത്തം 6000-ന് മുകളിലുള്ള വേക്കൻസിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, നമുക്ക് മലയാളത്തിൽ എക്സാം എഴുതാം. നിങ്ങൾക്ക് മലയാളത്തിൽ എക്സാം എഴുതാം എന്നുള്ളതും ഇതിൻ്റെ പ്രത്യേകതയാണ്. ഇതിലേക്ക് നമുക്ക് അപേക്ഷ നൽകാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിലുള്ള ഒരു ഡിഗ്രിയാണ്. അപ്പോൾ ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉണ്ടോ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. യാതൊരുവിധ എക്സ്പീരിയൻസോ മറ്റു കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ ഇതിൻ്റെ A to Z കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്, അതുപോലെ ഇതിലേക്കുള്ള സെലക്ഷൻ മെത്തേഡ് എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരെ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് സബ്സ്ക്രൈബർ കൗണ്ട് 61.7K ആയിട്ടുണ്ട്. അപ്പം പെട്ടെന്ന് നമുക്കൊരു 1 lakhിലേക്ക് എത്താനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനലിനെ. അപ്പോൾ നമുക്കിതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള മറ്റു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു എക്സാമിനെ കുറിച്ച് ഒന്ന് വളരെ ഷോർട്ടാക്കിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് CRP ക്ലർക്ക് നിങ്ങൾക്ക് കാണാം, 14 എന്ന് കാണാം നമ്പർ. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന നമ്മുടെ രാജ്യത്തുള്ള ഇത്തരം ബാങ്കുകളിലേക്കുള്ള റിക്രൂട്ട്മെൻ്റ് ഒക്കെ നടത്തുന്നത്, അതിൻ്റെ സെലക്ഷൻ മെത്തേഡ് കാര്യങ്ങളൊക്കെ എക്സാമൊക്കെ കണ്ടക്ട് ചെയ്യുന്നത് IBPS ആണ്. അപ്പോൾ IBPS വഴിയാണ് ഇതിലേക്ക് നമ്മൾ അപേക്ഷ സ്വീകരിക്കുന്നതും അവരാണ് എക്സാം കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ IBPS എന്ന് പറഞ്ഞതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ ആണ്. അപ്പോൾ ഇതൊരു അതോറിറ്റിയാണ്. അവരാണ് ഈ പറയുന്ന അല്ലെങ്കിൽ ഏജൻസിയാണ്. ഇവരാണ് ഈ പറയുന്ന ബാങ്കിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പം ഇതിലേക്ക് ഇപ്പം വിളിച്ചിരിക്കുന്നത് നമുക്കിതിലേക്ക് പ്രിലിമിനറി എക്സാമിനേഷൻ ഉണ്ടായിരിക്കും, മെയിൻ എക്സാമിനേഷൻ ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ പറയുന്ന കോമൺ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ കോമൺ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് ക്ലർക്കിലേക്കുള്ള കോമൺ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് ആയിട്ടുള്ള 14ാമത്തെ കോമൺ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിലേക്കാണ് ഇപ്പോൾ നിലവിൽ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ബാങ്കുകളിൽ നമുക്ക് കേരളത്തിൽ നിശ്ചിത വേക്കൻസി ഉണ്ട്. കേരളത്തിലൊക്കെ നമുക്ക് ജോലി ഉറപ്പാണ്. ഇത്തരം കനറ ബാങ്ക് അങ്ങനെയുള്ള പല പല ബാങ്കുകളുണ്ടല്ലോ. അപ്പോൾ അതിലൊക്കെ നമുക്ക് ജോലി ഉറപ്പാണ്. അപ്പം പെർമനൻറ്റ് വേക്കൻസി ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അത്രയാണ്. വളരെ ഷോർട്ടാക്കിയിട്ട് പറയുകയാണെങ്കിൽ ഇനി നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റിലൊക്കെ ചോദിക്കുക. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ തരാം. അപ്പോൾ ഇവിടെ കാണാം ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് ഇവിടെ കാണാൻ പറ്റും. ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം ജൂൺ 1 മുതൽ നിങ്ങൾക്ക് ജൂലൈ 1 മുതൽ നിങ്ങൾക്ക് ജൂലൈ 21 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ 21/7/2024 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഈ പറയുന്ന 1/7/2024 മുതൽ ഓൺലൈൻ അപേക്ഷയുടെ ഫീ അടയ്ക്കേണ്ട ആ ഡേറ്റും സെയിം ഡേറ്റ് തന്നെയാണ്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന PET അതായത് പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ്, അതായത് SC/ST അതുപോലെ മൈനോറിറ്റീസ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കൊക്കെ ഈ പറയുന്ന എക്സാമിനേഷൻ ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അത് ഫ്രീ ആണ്. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അതത് കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ നിശ്ചിത ആ കോളത്തിൽ നിങ്ങൾ അത് ഫില്ല് ചെയ്യണം. അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അത് നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യുന്ന ഒരു ഡേറ്റ് ഇവിടെ പറയുന്നുണ്ട്. 12/8 മുതൽ 17/8 കണക്കാക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഓൺലൈൻ എക്സാമിനേഷൻ ഉണ്ട് പറഞ്ഞു. പ്രിലിമിനറി എക്സാമിനേഷൻ്റെ കോൾ ലെറ്റർ ഡൗൺലോഡ് ചെയ്യാനുള്ള ഡേറ്റ് ഓഗസ്റ്റിലായിരിക്കും. എക്സാം പ്രിലിമിനറി ഓഗസ്റ്റ് തന്നെ ആയിരിക്കും 2024. അപ്പോൾ പെട്ടെന്ന് എക്സാം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ പ്രിലിമിനറി എക്സാമിൻ്റെ റിസൾട്ട് സെപ്റ്റംബറിൽ തന്നെ പബ്ലിഷ് ചെയ്യും. പിന്നെ മെയിൻ എക്സാമിനേഷൻ്റെ കോൾ ലെറ്റർ വരുന്നത് സെപ്റ്റംബർ ഒക്ടോബർ 2024 മെയിൻ എക്സാമിനേഷൻ 2024 തന്നെ ഉണ്ടായിരിക്കും ഒക്ടോബർ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എയിം ചെയ്തായിരിക്കും നിങ്ങൾ പഠിക്കേണ്ടത്. പിന്നെ ഇതിൻ്റെ ഫൈനൽ അലോട്ട്മെൻറ്റ് കാര്യങ്ങളൊക്കെ 2025 ഏപ്രിലായിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഇതൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പോൾ ടോട്ടൽ വേക്കൻസി ഞാൻ പറഞ്ഞു 6000-ന് മുകളിലുള്ള വേക്കൻസി ഉണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന ബാങ്കുകളൊക്കെയാണ് ഇതിൽ പങ്കെടുക്കുന്നത്, നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ. ഓക്കെ, അപ്പോൾ ഒരു ഉദ്യോഗാർത്ഥിക്ക് ഒരു സ്റ്റേറ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ കേരളത്തിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഒരാൾക്ക് പിന്നെ തമിഴ്നാട്ടിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലേക്ക് ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതും നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങളിതിൻ്റെ ഏജ് ലിമിറ്റാണ്. ഏജ് ലിമിറ്റ് 1/7/2024 കണക്കാക്കുന്നത്. അപ്പോൾ ഏജിലൊക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് ഈസി ടൂൾസ് കൊടുത്തിട്ടുണ്ട്. ഏജ് കാൽക്കുലേറ്റർ ജസ്റ്റ് അതിലും ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഏജ് കാൽക്കുലേറ്റർ വരും. അപ്പോൾ ഏജ് കാൽക്കുലേറ്റർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഏജ് കറക്റ്റായിട്ട് ആ ഡേറ്റ് ഇട്ടിട്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇട്ടിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് എത്ര മന്തായി എത്ര ഇയറായി എന്നുള്ള കറക്റ്റായിട്ട് കാണിക്കും. അപ്പോൾ മിനിമം ഏജ് നമുക്ക് 20 ആയിരിക്കണം ഈ ഡേറ്റിലേക്ക്. മാക്സിമം ഏജ് നമുക്ക് 28 കഴിയാനും പാടില്ല. എന്നാൽ SC/ST കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് 33 വയസ്സ് വരെ ഏജ് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ OBC ആണെങ്കിൽ അവർക്ക് 31 വരെ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഈ പറയുന്ന PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 10 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. എക്സ് സർവീസിനും വിഡോസിനൊക്കെ ഈ പറഞ്ഞിരിക്കുന്ന നിശ്ചിതമായുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്.
പിന്നെ ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ്. ഇതിൻ്റെ ആ ഒരു ക്രൂഷ്യൽ ഡേറ്റ് എന്ന് പറയുന്നത് 21/7/2024 അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഓൺലൈൻ അപേക്ഷയുടെ ലാസ്റ്റ് ഡേറ്റിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഡിഗ്രി ഉണ്ടായിരിക്കണം. ഏത് വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇന്ന വിഷയം എന്ന് യാതൊരു നിർബന്ധമില്ല. എനി ഡിഗ്രിയാണ് പറയുന്നത് കേട്ടോ. എനി ഗ്രാജുവേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ കൂട്ടുകാർ ആരെങ്കിലുമൊക്കെ ഉണ്ട് അവർക്കൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. പിന്നെ ഇതിൽ വേണ്ടതെന്ന് വെച്ചാൽ കമ്പ്യൂട്ടറൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. അതായത് കമ്പ്യൂട്ടർ ലിറ്ററസി ഉണ്ടായിരിക്കണം. കമ്പ്യൂട്ടർ വർക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെയാണ്, അത് നിർബന്ധമാണ്. കാരണം നമ്മളിപ്പോൾ ഒരു ഡിഗ്രിയൊക്കെ കഴിഞ്ഞവർക്ക് കമ്പ്യൂട്ടറൊന്നും അറിയാതിരിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ നമ്മളിപ്പോൾ ഇവിടെ ഹൈസ്കൂളിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഹൈസ്കൂളിൽ നമ്മൾ 10ാം ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ IT ഒരു സബ്ജക്റ്റായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ട, വേറെ എക്സ്ട്രാ സർട്ടിഫിക്കറ്റോ കാര്യങ്ങളൊന്നും വേണ്ട. അങ്ങനെ ഹൈസ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കമ്പ്യൂട്ടർ നമ്മൾ ചെയ്ത കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്ത സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഡിപ്ലോമയോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ വേണം കേട്ടോ. ഇപ്പോൾ നമ്മൾ IT പഠിക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് വേണ്ട, നമ്മൾ 10th IT ഒരു സബ്ജക്റ്റായിട്ട് പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് അതന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റിൽ തന്നെ അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഏത് സ്റ്റേറ്റിലേക്കാണോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ആ സ്റ്റേറ്റിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കേരളത്തിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കേരളത്തിൽ നമുക്ക് മലയാളം എഴുതാനും വായിക്കാനും സംസാരിക്കാനൊക്കെ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ഇനി തമിഴ്നാട്ടിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് തമിഴ് എഴുതാനും വായിക്കാനും സംസാരിക്കാനും അറിഞ്ഞിരിക്കണം. ആ ഒരു കണ്ടീഷനും പാടെ നിങ്ങൾ നോക്കണം അപ്ലൈ ചെയ്യുമ്പോൾ കേട്ടോ. അവിടെയുള്ള റീജിയണൽ ലാംഗ്വേജ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷാ ഫീസ് വരുന്നുണ്ട്. ഇപ്പം 175 രൂപയാണ് SC/ST PWD എക്സ് സർവീസ്മാൻ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 175 രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് വരിക. ഓൺലൈനായിട്ടാണ് ഫീ അടയ്ക്കേണ്ടത്. ഫീ അടയ്ക്കേണ്ട ഡേറ്റ് ഒക്കെ ഞാൻ പറഞ്ഞു, സെയിം ഡേറ്റ് തന്നെയാണ്. ദെൻ നമുക്ക് മറ്റുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജനറൽ EWS OBC അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികളൊക്കെ ആണെങ്കിൽ അവർക്ക് 850 രൂപ ഫീ അടയ്ക്കണം കേട്ടോ. ഓക്കെ. പിന്നെ ഇതിൻ്റെ എക്സാം സ്ട്രക്ചർ ഇതിൽ കൊടുത്തിട്ടുണ്ട്, കൂടെ കാണാം. പ്രിലിമിനറി എക്സാമിനേഷൻ ആണെങ്കിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിട്ടുള്ള ടെസ്റ്റ് തന്നെയാണ്. അതിൽ ഇംഗ്ലീഷ്, ഈ ന്യൂമറിക്കൽ എബിലിറ്റി, ദെൻ റീസണിങ് അതുപോലെയുള്ള ഓരോരോ മേഖലകളാണ് അതിൽ വരുന്നത്. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കയ്യിലുണ്ട്. അത് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ ഉടനെ തന്നെ എന്ത് ചെയ്യും, അതിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അവിടുന്ന് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഇതിൽ നിങ്ങൾ ഇംഗ്ലീഷ് ഒഴികെ ബാക്കി എല്ലാ ന്യൂമറിക്കൽ എബിലിറ്റി ആണെങ്കിൽ നിങ്ങൾക്ക് മലയാളത്തിൽ എക്സാം എഴുതാം. മലയാളത്തിലല്ല, നിങ്ങൾക്ക് ഇപ്പോൾ തമിഴിൽ നിന്നാണെങ്കിൽ തമിഴിൽ എക്സാം എഴുതാം. നമ്മുടെ ഏത് സ്റ്റേറ്റിലാണോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ ആ സ്റ്റേറ്റിൽ ആ ഒരു ഭാഷയിൽ നമുക്ക് എന്താ മീഡിയം ഓഫ് എക്സാമിനേഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ. ഓൺലൈനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മീഡിയം ഓഫ് എക്സാമിനേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. അപ്പോൾ മലയാളം കൊടുത്താൽ നിങ്ങൾക്ക് മലയാളത്തിൽ എക്സാം എഴുതാം. ഓക്കെ. ക്വസ്റ്റ്യനൊക്കെ മലയാളത്തിലായിരിക്കും. ഇനി അടുത്തത് മീഡിയം ഓഫ് മെയിൻ എക്സാമിനേഷൻ്റെ ആണ്. നിങ്ങൾക്കൂടെ കാണാം. മെയിൻ എക്സാമിനേഷൻ എന്ന് പറയുന്നത് നമ്മൾ പ്രിലിമിനറി എന്ന് പറയുന്നൊരു നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനുള്ളൊരു എക്സാമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടാൽ മെയിൻ എക്സാമിനേഷനാണ്. അതും ഒബ്ജക്റ്റീവ് ടൈപ്പ് തന്നെ ഉള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇതിൽ ജനറൽ ഓർ ഫൈനാൻഷ്യൽ അവയർനെസ്, ജനറൽ ഇംഗ്ലീഷ്, റീസണിങ് ആൻഡ് എബിലിറ്റി, അതുപോലെ കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ മാർക്ക് വെയിറ്റേജും ക്വസ്റ്റിൻ്റെ നമ്പറൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഓക്കെ. ആകെ മൊത്തം 200 മാർക്കിലാണ് അത് ചോദിക്കുന്നത്. അപ്പോൾ ഇതിലും നമുക്ക് എന്താണ് മലയാളത്തിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ മീഡിയം ഓഫ് എക്സാമിനേഷൻ നമുക്ക് ചൂസ് ചെയ്യാം. മലയാളം ഒരു തമിഴ് ഒരു ഇംഗ്ലീഷ് ഒരു ഹിന്ദി ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പം. ഇനി അടുത്ത് നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞു മീഡിയം ഓഫ് എക്സാമിനേഷൻ പറഞ്ഞത്. അപ്പോൾ കേരളത്തിലാണെങ്കിൽ നമുക്കിതാ ഇംഗ്ലീഷ് അവൈലബിൾ ആണ്, ഹിന്ദി അവൈലബിൾ ആണ്, മലയാളം. അപ്പോൾ നമുക്ക് മലയാളം എടുക്കാവുന്നതാണ്. ഓക്കെ. ഇനി അങ്ങനെ ഓരോ സ്റ്റേറ്റിൻ്റെ, അപ്പോൾ തമിഴ്നാടാണെങ്കിൽ അതിനനുസരിച്ച് എന്ത് ചെയ്യാം, അവർക്ക് ഇങ്ങോട്ട് കാണാം തമിഴ്നാട്, ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്. അവർക്ക് തമിഴ് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ അതൊക്കെ അതിനനുസരിച്ച് നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന മീഡിയം ഓഫ് എക്സാമിനേഷൻ ഏതാ വേണ്ടത് വെച്ചാൽ നിങ്ങളത് ചൂസ് ചെയ്യണം. അല്ലെങ്കിൽ നമുക്കത് മാറിപ്പോട്ടോ. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇതിൻ്റെ വേക്കൻസികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോ സ്റ്റേറ്റ് വൈസ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. യൂണിയൻ ടെറിട്ടറി സ്റ്റേറ്റ് വൈസ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, കൂടെ കാണാൻ പറ്റും. ഓക്കെ. ഞാൻ ഇപ്പോൾ കേരളത്തിൻ്റെ മാത്രം ഇവിടെ കാണിക്കാം. കേരളത്തിൽ നമുക്ക് എത്ര വേക്കൻസി ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാം. കേരളത്തിൽ നമുക്ക് ഈ പറയുന്ന NR എന്ന് പറയുന്നത് നോട്ട് റിപ്പോർട്ടഡ് ആണ്. നോട്ട് റിപ്പോർട്ടഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് വേക്കൻസി ഇല്ല എന്നല്ല. അവർ ഈ പറയുന്ന ബാങ്കിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല വേക്കൻസി. അപ്പോൾ അവിടെയൊക്കെ വേക്കൻസി ഉണ്ടാകാനുള്ള സാധ്യതകളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ വേക്കൻസിയുടെ എണ്ണം നോക്കണ്ട. അപ്പോൾ കേരളത്തിലൊക്കെ നമുക്ക് ഏകദേശം 106ഓളം വേക്കൻസിയാണ് ടോട്ടൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ PSC ഒക്കെ അപേക്ഷിച്ച് നമുക്ക് അത്യാവശ്യം വേക്കൻസി ഉണ്ട്. കാരണം PSCയിലൊക്കെ വിളിക്കുന്ന വേക്കൻസികൾ എന്ന് പറഞ്ഞാൽ 100 അല്ലെങ്കിൽ 100ന് താഴേക്കല്ല അധികം വേക്കൻസി റിക്രൂട്ട്മെൻറ്റും വിളിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ നോക്കുക. ഓക്കെ. അപ്പോൾ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ മലയാളം എഴുതാനും വായിക്കാനൊക്കെ അറിയുന്നവരാണ് കേരളത്തിലേക്ക് അപ്ലൈ. നമുക്ക് കേരളത്തിലുള്ളവരുമായുള്ള ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവുള്ളൂ, ഓൾ ഇന്ത്യ ലെവലിൽ ഉണ്ടാവില്ല മത്സരം. അപ്പോൾ അങ്ങനെയൊക്കെ കട്ട് ഓഫ് ഒക്കെ മാറും. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന വേക്കൻസി നോക്കണ്ട. നോട്ട് റിപ്പോർട്ടർ എന്ന് പറഞ്ഞാൽ അവിടെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല വേക്കൻസി. ഒരു പക്ഷേ അവിടെ വേക്കൻസി ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് ബാങ്കിൽ റിപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ചാണ് ഈ പറയുന്ന IBPS അതിൻ്റെ എന്താണ് ഈ ഡാറ്റാസൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഓരോരോ ഇത് നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇനി ഇത് നമുക്ക് എക്സാം സെൻറ്റർ എന്ന് പറഞ്ഞാൽ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ സെൻറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് കേരളത്തിൽ ആലപ്പുഴ, കണ്ണൂർ, കൊച്ചി, കൊല്ലം, കോട്ടയം,
കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശ്ശൂരൊക്കെ നമുക്ക് എക്സാം സെൻറ്റർ ഉണ്ടായിരിക്കും. ഇനി മെയിൻ എക്സാം ആണെങ്കിൽ നമുക്ക് കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം മാത്രമേ മെയിൻ എക്സാമിൻ്റെ സെൻറ്റർ ഉണ്ടാവും. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇതിൽ നിങ്ങൾ എലിജിബിൾ ആണോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നോക്കാം. എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഫോട്ടോഗ്രാഫ് നമ്മൾ അപ്ലോഡ് ചെയ്യണം, സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ അപ്ലോഡ് ചെയ്യണം, ഒരു ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ നമ്മൾ അപ്ലോഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഫോട്ടോഗ്രാഫ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കൂടെ കാണാം 4.5 cm to 3.5 cm അതിൻ്റെ ഡയമെൻഷൻ കൊടുത്തിട്ടുണ്ട്. പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോഗ്രാഫ് ആയിരിക്കണം. 200x230 പിക്സൽ ആയിരിക്കണം. ഡയമെൻഷൻ 20 KB 50 KB ഇടയിലായിരിക്കണം അതിൻ്റെ ഫയൽ സൈസ് വരേണ്ടത്. ഇനി നിങ്ങൾക്ക് ഈ ഫോട്ടോഗ്രാഫ് ഒന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഫോട്ടോഗ്രാഫ് എടുത്തിട്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് സ്കാൻ ചെയ്തിട്ടാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഓക്കെ, അത് സ്കാൻ ചെയ്തിട്ട് നമ്മളത് അപ്ലോഡ് ചെയ്യണം. ഓക്കെ, അത് അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈവായിട്ട് ഫോട്ടോ ക്യാപ്ചർ ചെയ്യണം. ഓക്കെ, അതായത് നമ്മൾ നമ്മുടെ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ നമ്മുടെ വെബ് ക്യാം യൂസ് ചെയ്ത് മൊബൈലിലാണെങ്കിൽ നിങ്ങളുടെ മൊബൈലിൻ്റെ ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്തിട്ട് ലൈവായിട്ട് നമ്മൾ ഫോട്ടോ എടുത്തിട്ട് ഇതിൽ വീണ്ടും ആഡ് ചെയ്യണം. അപ്പോൾ വെറും നമ്മൾ മുകളിൽ പറഞ്ഞ രീതിയിലുള്ള ഈ ഒരു ഫോട്ടോഗ്രാഫ് പ്ലസ് അഡീഷണലായിട്ട് നമ്മൾ എന്തുപാട് ചെയ്യണം, നമ്മൾ ലൈവായിട്ടൊരു ഫോട്ടോ ക്യാപ്ചർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിലേക്ക് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ നല്ല വെളിച്ചത്തിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് നല്ല ബാക്ക്ഗ്രൗണ്ട് നല്ല വെളിച്ചം ഉണ്ടായിരിക്കണം. ഓക്കെ, അങ്ങനെ പ്രത്യേകം നമ്മൾ നല്ല രീതിയിൽ ഫേസൊക്കെ നല്ല രീതിയിൽ നമ്മൾ ക്യാമറയിലേക്ക് ശ്രദ്ധിച്ചിട്ട് ഇരിക്കുന്ന രീതിയിലായിരിക്കണം. അങ്ങനെ നീറ്റായിട്ടുള്ളൊരു ഫോട്ടോ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ലൈവായിട്ട് എടുക്കണം. അത് കൂടാതെ നമ്മൾ ഈ പറയുന്ന എന്താണ് സ്കാൻ ചെയ്തിട്ട് നമ്മളൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് സ്റ്റുഡിയോയിൽ നിന്ന് എടുത്തത് സ്കാൻ ചെയ്തിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യണം. ഇപ്പോൾ 2 കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത് ഫോട്ടോൻ്റെ കാര്യത്തിൽ. ഒന്ന്, നമ്മൾ ഓൾറെഡി എടുത്തിട്ടുള്ള ഫോട്ടോ നമ്മൾ സ്കാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യണം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇരിക്കുന്ന ആ സെയിം കണ്ടീഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, ലൈവായിട്ട് നമ്മുടെ ഫേസൊക്കെ കണ്ട് നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് ക്ലിയർ ആവുന്ന രീതിയിൽ നല്ല വെളിച്ചത്തിൽ നമ്മളൊരു ഫോട്ടോ എന്ത് ചെയ്യണം, ക്യാപ്ചർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിലേക്ക് ആഡ് ചെയ്യണം. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഫോട്ടോയുടെ കാര്യത്തിൽ. ഇനി സിഗ്നേച്ചർ ആണെങ്കിൽ നമുക്ക് ബ്ലാക്ക് ഇങ്ക് പേന കൊണ്ട് വൈറ്റ് പേപ്പറിലാണ് 150x60 ആണ് അതിൻ്റെ ഡയമെൻഷൻ. 10 KB 20 KB ഇടയിലായിരിക്കണം ഫയൽ സൈസ്. പിന്നെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യണം, നമ്മൾ തമ്പിൽ ജസ്റ്റ് മഷി പുരട്ടിയിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മളതിൻ്റെ ഇംപ്രഷൻ കൊടുത്തിട്ട് അത് നമ്മൾ ഫോട്ടോ എടുത്ത് അല്ലെങ്കിൽ സ്കാൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ കൊടുത്തിട്ടുണ്ട് 250x250 20 50 KB ഇടയിലായിരിക്കും ഫയൽ സൈസ്. പിന്നെ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ ഉണ്ട്. ആ ഡിക്ലറേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു വൈറ്റ് പേപ്പറിലേക്ക് നിങ്ങൾ ഇതേപോലെ അങ്ങോട്ട് എഴുതുക. ഇവിടെ ഡാഷ് ഉള്ളിടത്ത് നിങ്ങളുടെ പേര്, അതായത് ഈ നെയിം ഓഫ് ദ കാൻഡിഡേറ്റ്സ് എഴുതണ്ട, അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പേര് അങ്ങോട്ട് എഴുതുക, ഫുൾ നെയിം എഴുതുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതേ സെൻറ്റൻസ് ഇതേപോലെ തന്നെ അങ്ങോട്ട് എഴുതി വെക്കുക. എന്നിട്ട് അത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഫോട്ടോ എടുക്കുക. ഓക്കെ, സ്കാൻ ചെയ്യുക, എന്തെങ്കിലും ചെയ്യുക. സ്കാൻ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് മൊബൈൽ ഫോൺ ആണെങ്കിൽ മൊബൈലിൽ ഫോട്ടോ എടുത്ത് നമ്മൾ അതിനെന്ത് ചെയ്യുക, ജസ്റ്റ് നമുക്ക് നിശ്ചിതമായുള്ള രീതിയിലേക്ക് സൈസിലേക്കൊക്കെ കൺവേർട്ട് ചെയ്ത് ക്രോപ്പ് ചെയ്തൊക്കെ ചെയ്യാം. അത് നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. അത് 800x400 പിക്സലായിരിക്കണം ഡയമെൻഷൻ. 50 KB 100 KB ഇടയിലായിരിക്കണം ഫയൽ സൈസ് വരേണ്ടത് കേട്ടോ. ഇത്രയും ഡോക്യുമെൻറ്റ്സ് നമ്മൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യണം എന്നുള്ള പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ SC/ST കാൻഡിഡേറ്റ്സ് OBC ഒക്കെ ആണെങ്കിൽ അവർ തയ്യാറാക്കേണ്ട സർട്ടിഫിക്കറ്റ് ഒക്കെ, അവർക്ക് റിസർവേഷൻ വേണമെങ്കിൽ, റിസർവേഷൻ കിട്ടണമെങ്കിൽ അവർ തയ്യാറാക്കേണ്ട സർട്ടിഫിക്കറ്റ് മാതൃകയാണ്. ഈ സെയിം മാതൃക നമ്മൾ ഓൺലൈൻ അപേക്ഷയുടെ ലാസ്റ്റ് ഡേറ്റിൻ്റെ ഉള്ളിൽ നമ്മളത് ഉണ്ടായിരിക്കണം. ഓക്കെ, വാലിഡ് ആയിട്ടുള്ള ഇത് സെയിം മാതൃക നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് തന്നെ ചെയ്യാം നിങ്ങൾക്ക്, വാലിഡ് ആയിട്ടുള്ള. OBC ആണെങ്കിൽ OBC NCL കാൻഡിഡേറ്റ്സ് തയ്യാറാക്കേണ്ട സർട്ടിഫിക്കറ്റിൻ്റെ മാതൃകയാണ്. then EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർ തയ്യാറാക്കേണ്ട സർട്ടിഫിക്കറ്റിൻ്റെ മാതൃകയൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ PWD കാൻഡിഡേറ്റ്സിൻ്റെ ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ഇതിൽ നോട്ടിഫിക്കേഷനായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ നൗ എന്ന് പറഞ്ഞിട്ട് ലിങ്ക് തരും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വെബ്സൈറ്റിലേക്കാണ് നിങ്ങൾ വരിക. നിങ്ങൾക്ക് ഇവിടെ കാണാം IBPS ക്ലർക്ക് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ പറ്റും. താഴെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ്, കാര്യങ്ങൾ, വേക്കൻസി അങ്ങനെയൊക്കെ എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. എന്നിട്ട് ഏറ്റവും താഴെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് എന്നിട്ട് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അവിടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഓൺലൈൻ അപ്ലൈ ചെയ്യാൻ അപ്ലൈ നൗ എന്നുള്ളതിൻ്റെ നേരെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന കൊടുക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന കൊടുത്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റും ക്ലോസിംഗ് ഡേറ്റും കൂടെ കാണിക്കുന്നത് കൂടെ കാണാൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ വരുന്നതെങ്കിൽ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ കൊടുക്കുക. ഓൾറെഡി നമ്മൾ ലോഗിൻ ചെയ്യണമെങ്കിൽ സെയിം നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ ക്ലിക്ക് ചെയ്യുന്ന കൊടുത്തു കഴിഞ്ഞാൽ ഈ പേജിലേക്കാണല്ലോ വരിക. അപ്പോൾ ഇവിടെ രജിസ്റ്റർ നമ്പറും പാസ്വേഡും കൊടുത്ത് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഇവിടെ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്ന് കൊടുക്കാം. ഇത് നമ്മൾ ബേസിക് ആയിട്ടുള്ള ഫോമാണ്. ഇതിങ്ങനെ ഫില്ല് ചെയ്ത് പോകാം. ആദ്യം ബേസിക് ഇൻഫോ, പിന്നെ ഫോട്ടോ സിഗ്നേച്ചർ, പിന്നെ മറ്റു ഡീറ്റെയിൽസ്, പിന്നെ പ്രിവ്യൂ, പിന്നെ മറ്റു ഈ തമ്പ് ഇംപ്രഷനൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യണം. പിന്നെ പേയ്മെൻറ്റ് ഇങ്ങനെയാണ് വരുന്നത്. ലാസ്റ്റാണ് പേയ്മെൻറ്റ്. സേവ് നെക്സ്റ്റ് നിങ്ങൾ അടിച്ചു മതി. അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ ഫോം ഫില്ലിംഗ് വീഡിയോസ് നമ്മൾ ചെയ്യണമെങ്കിൽ ചെയ്യാം, നിങ്ങൾ കൂടുതലായിട്ട് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്യാം. അപ്ലൈ ചെയ്യണമെങ്കിൽ ഇൻസ്റ്റാൻ്റെ ഐ ഡി ഒക്കെ ലിങ്കൊക്കെ താഴെ ഉണ്ട്, ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ലൈവായിട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റേതായുള്ള രീതിയിലൊക്കെ കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിനാക്കിയിട്ട് അങ്ങനെ ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ, നിങ്ങൾക്ക് തന്നെ മൊബൈൽ ഉപയോഗിച്ച് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാം. പിന്നെ സ്റ്റഡി
സ്റ്റഡി മെറ്റീരിയൽസിൽ ഞാനിതെല്ലാം ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മളെ കയ്യിലുണ്ട്. പക്ഷേ അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സമയമില്ലാത്തതിൻ്റെ പ്രശ്നമാണ്. നമ്മൾ പതുക്കെ ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യുക. താങ്ക് യു.